ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSC വഴി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റാപ്പ് എക്സാം പാസ്സാവേണ്ട ആവശ്യമില്ല. റാപ്പോ VLE INS എക്സാമോ പാസ്സാവേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പുതിയൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി സെല്ല് ചെയ്യാനോ അതല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിനോ ഹെൽത്ത് ഇൻഷുറൻസോ പുതിയ പോളിസി എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റാപ്പോ VLE INSO എക്സാം പാസ്സാവേണ്ടത്. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് റാപ്പ് എക്സാമോ VLE INS എക്സാമോ പാസ്സാവേണ്ട ആവശ്യമില്ല. എല്ലാ VLEകൾക്കും അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം റിന്യൂവബിൾ പ്രീമിയം കളക്ട് ചെയ്യുന്നതിന് പിന്നെ പല കമ്പനികളുടെയും കമ്മീഷൻ നമ്മൾ അങ്ങോട്ട് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ LIC ഒരു പ്രീമിയം കളക്ട് ചെയ്യുന്നതിന് 4 രൂപ 80 പൈസ കമ്മീഷൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നതാണ്. അത് ഇൻസ്റ്റന്റ് കമ്മീഷനാണ്. നിങ്ങളുടെ വാളറ്റിൽ നിന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡെബിറ്റ് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രമേ നിങ്ങളുടെ വാളറ്റ് ഡെബിറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ LIC മൈക്രോ ആണെങ്കിൽ 1 രൂപ 20 പൈസ കമ്മീഷൻ കിട്ടും. മാക്സ് ലൈഫിന്റെയോ SBI ലൈഫിന്റെയോ ശ്രീറാം, ടാറ്റ AG, ഇന്ത്യ ഫസ്റ്റിന്റെ ഒക്കെ ആണെങ്കിൽ 28 രൂപ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അതല്ലാതെ ഇപ്പൊ 50ഓളം കമ്പനികളുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾക്ക് CSC വഴി ചെയ്യാവുന്നതാണ്. ഇത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ LIC, ടാറ്റ, ശ്രീറാം അതുപോലുള്ള കമ്പനികളുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ അങ്ങോട്ട് നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നതാണ്. സോ ഓവറോൾ നിങ്ങൾക്ക് CSC വഴി എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളുടെ മുകളിൽ കാണുന്ന ഇതുപോലെ ബാങ്കിങ്, ഗവൺമെന്റ്, പിന്നെ ഇലക്ട്രിസിറ്റി അതുപോലെ ഇൻഷുറൻസ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടത് ഭാഗത്ത് ഫേവററ്റ് ബില്ല, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ തന്നെ ന്യൂ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. ഈ ന്യൂ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നത് മുഴുവനും റാപ്പോ VLE INS എക്സാം പാസ്സായവർക്കുള്ളതാണ്. മുകളിലുള്ളത് ഈ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് കാണിക്കുന്നത് എല്ലാ VLEകൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ബി എന്ന് എഴുതിയ ഒരുപാട് ഇൻഷുറൻസ് കമ്പനി കാണാൻ സാധിക്കും. അതാണ് BBPS. അതല്ലാതെ വൈറ്റ് കളറിലുള്ളതും കാണാൻ സാധിക്കും. കണ്ടില്ലേ? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, മൈക്രോ ഇൻഷുറൻസ് റിന്യൂവൽ, അതുപോലെ ശ്രീറാം ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ വൈറ്റ് കളറിൽ കാണുന്ന കുറച്ച് കമ്പനികളുണ്ട്. SBI ലൈഫ്, മാക്സ് ലൈഫ്, ഇന്ത്യ ഫസ്റ്റ്. ഈ വൈറ്റ് കളറിലുള്ള ഇൻഷുറൻസ് കമ്പനിയാണ് നിങ്ങൾ CSCയിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ട് കമ്മീഷൻ തരുന്നത്. നേരത്തെ ഞാൻ കമ്മീഷൻ ചാർട്ട് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന കമ്മീഷൻ മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ വൈറ്റ് കളറിലുള്ള ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടേത് ചെയ്യുമ്പോഴാണ്. വൈറ്റ് അല്ലാത്ത BBPS ആണെങ്കിൽ നോർമൽ ആണ്, അതിനൊന്നും കമ്മീഷൻ ലഭിക്കില്ല. സോ ഇത്രത്തോളം കമ്പനികളുടെ വൈറ്റ് കളറിലുള്ളത്, കാരണം ഇത് വൈറ്റ് കളറിലുള്ളതും ബി എഴുതിയ കമ്പനിയുടെയും രണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ കമ്പനികളുടെ പ്രീമിയം ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ വൈറ്റ് കളറിൽ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കമ്മീഷൻ അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ആണെങ്കിൽ ജസ്റ്റ് പറയാനുള്ളത്, എനിക്ക് ഇവിടെ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഏറ്റവും താഴത്തുനിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ റിന്യൂവൽ പ്രീമിയം എന്നും, പിന്നീട് തൊട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മൈക്രോ ഇൻഷുറൻസ് റിന്യൂവൽ ഉണ്ട്. അപ്പൊ മൈക്രോ ഇൻഷുറൻസ് നിങ്ങൾക്കറിയാം, സം അഷ്യൂർഡ് 50,000 താഴെയുള്ളതാണ് മൈക്രോ ഇൻഷുറൻസ്. അതല്ലാത്ത എല്ലാം നോർമൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നോർമലി 95% ആളുകൾക്കും നോർമൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഉണ്ടാവുക, മൈക്രോ ഇൻഷുറൻസ് ആയിരിക്കില്ല. പക്ഷേ ചില ആളുകൾ, ചില VLEകൾ മൈക്രോ ഇൻഷുറൻസ്, നോർമൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ, നോർമൽ പോളിസി ഹോൾഡർ വന്നു കഴിഞ്ഞാൽ മൈക്രോ ഇൻഷുറൻസിലൂടെയാണ് അടക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് അത് അടക്കാൻ സാധിക്കില്ല, പല എറേഴ്സും വരും. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടും ഇവിടെ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ CSCയിലൂടെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാൻ സാധിക്കും. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ റിന്യൂവൽ പ്രീമിയം എന്നും, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മൈക്രോ ഇൻഷുറൻസ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം നിങ്ങൾ വരുന്നത് ഇതിലായിരിക്കും, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ റിന്യൂവൽ പ്രീമിയം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫേവറേറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഫേവറേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫേവറേറ്റ് ബില്ലറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാം. പിന്നെ അത് നിങ്ങൾ ജസ്റ്റ് ഏത് കമ്പനിയുടേതാണോ ഇൻഷുറൻസ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ പോളിസി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം, മുകളിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ ഫോൺ നമ്പറും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതെ, ഫോൺ നമ്പറും ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഫെച്ച് ബില്ല് കൊടുക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ നിങ്ങൾ ചെയ്യുന്ന വാട്ടർ ബില്ല് അതുപോലെ തന്നെ കറണ്ട് ബില്ല് അതേപോലെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഫെച്ച് ബില്ല് കൊടുക്കാം. ഫെച്ച് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ല് എത്ര എമൗണ്ട് ആണ് അടക്കേണ്ടത് എന്നുള്ളത് അത് അവിടെ കാണാൻ സാധിക്കും.
താഴെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? വാളറ്റ് പിന്ന് ടൈപ്പ് ചെയ്യാനും സാധിക്കും. അവിടെ നിങ്ങൾ വാളറ്റ് പിന്ന് കൊടുക്കുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ കമ്മീഷൻ എത്രയാണോ ആ കമ്മീഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ വാളറ്റിൽ നിന്ന് ഡെബിറ്റ് ആവുക. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. പലരും ഇത് ഓപ്പൺ പോർട്ടലാണ് ചെയ്യുന്നത്. ഓപ്പൺ പോർട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SBI, ശ്രീറാം, അതുപോലെ തന്നെ ടാറ്റ AG, ഇന്ത്യ ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ 28 റുപ്പീസ് കമ്മീഷൻ കിട്ടും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 4 രൂപ 80 പൈസ കമ്മീഷൻ കിട്ടും. സോ എല്ലാവരും മാക്സിമം ലൈഫ് ഇൻഷുറൻസ് പോളിസി വന്നു കഴിഞ്ഞാൽ 100% ആയിട്ടും നിങ്ങൾ CSC വഴി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.